നല്ലൊരു ദിവസം തുടങ്ങുന്നത് തലേന്ന് രാത്രിയോട് കൂടിയാണ് അല്ലേ? എന്നാൽ എൻ്റെ ഇന്നലെ രാത്രി അങ്ങനെ ആയിരുന്നില്ല. കണവൻ വരാൻ നേരം വൈകിയതിനാൽ ഉറക്കം ലേറ്റായി. അങ്ങേര് ചൂടുള്ള ബീഫ് ബിരിയാണിയുമായാണ് കയറി വന്നത്. കൂടെ ഇരുന്ന് കഴിക്കാൻ അദ്ദേഹം നിർബന്ധിച്ചതോടെ ഡയറ്റ് കാറ്റിൽ പറത്തിക്കൊണ്ട് ഞാൻ ബിരിയാണി കുത്തിക്കയറ്റി. ബിരിയാണി കഴിച്ചതിനാൽ ഉറങ്ങാൻ ലേറ്റായി. പുറത്ത് നല്ല മഴയും കാറ്റുമായിരുന്നു. അല്ലെങ്കിലും മഴയുടെ താളം കേട്ട് ഉറങ്ങാൻ പ്രത്യേക ഫീലാണ്. അങ്ങനെ 4:30-ക്ക് ഞാൻ എണീറ്റു. പല്ല് തേക്കാനും ഉളു ചെയ്യാനുമായി അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങി. പൂർണ്ണചന്ദ്രൻ പുഞ്ചിരി തൂക്കി മാനത്ത് നിൽപ്പുണ്ട്. കൂട്ടിന് നക്ഷത്രങ്ങളും മഴ ഈറനാക്കിയ മണ്ണും ചെടികളും. ഞാൻ പതിയെ അതൊക്കെ ആസ്വദിച്ചു. സുബഹ് നിസ്കരിച്ച ശേഷം അടുക്കളയിലേക്ക് നടന്നു. വെള്ളത്തിൽ കുതിർത്തിയിട്ട് അരി അരച്ച് ദോശ ചുട്ടിട്ട് തലേന്നത്തെ ചിക്കൻ കറിയും ചൂടാക്കിയെടുത്തു. കട്ടൻ ചായയും തയ്യാറാക്കി. അങ്ങനെ അന്നത്തെ പരിപാടി കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകി കിച്ചൺ ക്ലീനാക്കി ഞാൻ കസേരയിൽ ചാരി കിടന്നു. എന്തൊരു സുഖ! മകളെ മദ്രസയിൽ പറഞ്ഞ ശേഷം ഞാനൊന്ന് ഉറങ്ങി. പിന്നെ ഉണർന്നത് 9 മണിക്കാണ്. പിന്നെ അലക്കിയ ഡ്രസ്സുകളൊക്കെ മുറ്റത്തിട്ടു. മഴ പെയ്തതിൻ്റെ യാതൊരു തെളിവും അവശേഷിപ്പിക്കാത്ത വിധം നിലം വരണ്ട് കിടക്കുന്നു. കഠിനമായ ചൂടാണ്. അടുക്കളയിലെ മൂന്തയം തകരഷീറ്റാണ്. തകരഷീറ്റ് ചൂടിനെ ഇരട്ടിയാക്കി എൻ്റെ മേൽ വർഷിക്കുന്നുണ്ട്. വിയർത്തൊലിച്ചുകൊണ്ട് ഞാൻ ചെറുപയർ കറിയും ചോറും ഉണ്ടാക്കി. എന്തൊരു സുഖം! വീടെല്ലാം ക്ലീനാക്കി. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു. പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. പോയി ചോറ് തിന്നു. കൂട്ടിന് ഉപ്പുമാങ്ങയും ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ധാരാളമാണല്ലോ. വൈകുന്നേരം ഹസ് വന്നപ്പോൾ മക്കൾ കടപ്പുറത്ത് പോകണമെന്ന് പറഞ്ഞ് അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അന്നേരം അദ്ദേഹം കൊണ്ടുവന്ന മുട്ടിക്കുടിയൻ മാങ്ങ ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു. അദ്ദേഹം മക്കളെയും കൊണ്ട് കടൽ തീരത്തേക്ക് പോയി. ഞാനെപ്പോഴേക്കും അവർ തിരികെ വരുമല്ലോ എന്നോർത്തുകൊണ്ട് കുയ്യപ്പവും ചായയും ഒക്കെ തയ്യാറാക്കി കാത്തിരുന്നു. അവർ ഐസ്ക്രീം കൊണ്ടാണ് കേട്ടോ പിന്നെ കയറി വന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങ് ചായ കുടിച്ചു. പിന്നെന്താ, മഗ്‌രിബൊക്കെ നിസ്കരിച്ച് പ്രാർത്ഥനകളുമായി ഞങ്ങളിരുന്നു. ശേഷം ഞങ്ങൾ മാങ്ങ കഴിച്ചു. ഞാൻ പിന്നെ കുറച്ച് ചോറും ചെറുപയറും കൂടി അകത്താക്കിട്ടോ. ചെറിയ മകൾ ഡൈനിങ് ഹാളിൽ പരത്തിയിട്ട മഴക്കോട്ട് പെറുക്കി വെച്ച ശേഷം ഞാൻ കിടന്നു. സമയം 11 ആകാൻ പോകുന്നു. അടുക്കളയിൽ പൂച്ച കയറിയെന്ന് തോന്നുന്നു. നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. ഇനിയിപ്പം എണീക്കാൻ തോന്നുന്നില്ല. കട്ട് തിന്നാൻ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് പൂച്ച വന്ന വഴിയെ തിരികെ പോയിക്കോളും. പുറത്ത് നേരിയ ഇടിമിന്നലിൻ്റെ ശബ്ദമുണ്ട്. മഴ പെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ.